എല്ലാവർക്കും നമ്മുടെ കോളേരി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ക്ഷേത്രം ഏതാണെന്നറിയാമോ? നമ്മുടെ പെരിന്തൽമണ്ണ അരക്കുപറമ്പ് വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം. അതായത് ചുറ്റും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലമയമാണ് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്ന മുഴുവൻ ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ്. അവരവിടെ മരം മുറിക്കുന്നുണ്ട്, അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടല്ലേ, സാരല്ല. മുഴുവൻ ജലത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുവാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രം. ഇതിൻ്റെ എല്ലാ വിശേഷങ്ങളിലേക്കും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വീഡിയോയിലേക്ക്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ അരക്കുപറമ്പ് ഗ്രാമത്തിലെ വെളിങ്ങോട് എന്ന സ്ഥലത്താണ് ശ്രീകോവിലും പ്രദക്ഷിണ വഴിയും നമസ്കാര മണ്ഡപവും ജലത്തിലായ അരക്കുപറമ്പ് വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമുള്ള വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്നറിയാം. വള്ളുവനാട്ടിലെയും ഏറനാട്ടിലെയും ഒരുപാട് പ്രദേശങ്ങളുടെ ഐതിഹ്യങ്ങൾ മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ്. ദുര്യോധനൻ പാണ്ഡവർക്കായി പണിത അരക്കില്ലം ഇവിടെ ആയിരുന്നെന്നും അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിന് അരക്കുപറമ്പ് എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. നമ്മൾ ചുറ്റമ്പലം കടന്ന് ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ആ ജലത്തിന് അത്യാവശ്യം നല്ല ചൂടായിരിക്കും കേട്ടോ. അതായത് സൂര്യപ്രകാശം നേരിട്ട് അതിലേക്ക് അടിക്കുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്. പക്ഷേ അതൊന്നും നമുക്ക് കയറുമ്പോൾ ആ തണുപ്പ് തോന്നുന്നതല്ലാതെ പിന്നെ നമുക്ക് വേറെ ഒരു ഇതും തോന്നത്തില്ല, തണുപ്പൊന്നും തോന്നത്തില്ല. പ്രദക്ഷിണ വഴി 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇവിടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വെളിങ്ങോട് എന്ന സ്ഥലത്തെ കുന്നിൻ മുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒരു യോഗി താമസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തപസ് ചെയ്യുന്ന സമയം ഇപ്പോൾ നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ജലത്തിലാറാടി ശ്രീ പരമേശ്വര പാർവതി സാന്നിധ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് വെളിപാടുണ്ടായി. അതിൻ പ്രകാരം ജനങ്ങളുടെ ശ്രേയസ്സിനായി ആ പുണ്യാത്മാവ് ശ്രീ പരമേശ്വര പാർവതി സാന്നിധ്യമുള്ള ഭാഗത്ത് ചെന്ന് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ദേവചൈതന്യത്തിൽ ആരാധിച്ച് പൂജിച്ചു പോന്നു. ഈ യോഗീശ്വരന് വെളിപാടുണ്ടായ സ്ഥലമാണ് ലോപിച്ച് വെളിങ്ങോട് ആയി മാറിയതെന്ന് പറയപ്പെടുന്നു. നൂറ്റാണ്ടുകൾ അധികം പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. ഇവിടുത്തെ അർദ്ധനാരീശ്വര പ്രതിഷ്ഠ സ്വയംഭൂവാണ്. പൂർണ്ണമായും ജലത്തിൽ വസിക്കുന്ന അർദ്ധനാരീശ്വര പ്രതിഷ്ഠ അത്യപൂർവങ്ങളിൽ അപൂർവമാണ് താനും. 2 ശിലകൾ ചേർന്ന് ഒറ്റ ശിലയായിട്ടാണ് പ്രതിഷ്ഠയുള്ളത്. മൂർത്തിയെന്നും ജലത്തിൽ വസിക്കുന്നതിനാൽ നിവേദ്യവും മറ്റും തെക്ക് ഭാഗത്തുള്ള സ്ഥാനത്താണ് നടത്തുന്നത്. ശിവരാത്രി നാളിൽ ജലം വറ്റിച്ച് വിഗ്രഹത്തിൽ അർദ്ധരാത്രി അഭിഷേകമുണ്ട്. ഈ സമയത്തും നല്ല വെയിലുള്ള സമയത്ത് ജലത്തിനുള്ളിലൂടെയും മാത്രമേ വിഗ്രഹം ദർശിക്കാൻ കഴിയൂ. തിരുവളയനാട് ഭഗവതി, നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളും തിരുമാന്താംകുന്ന് ഭഗവതി സാന്നിധ്യവും ഇവിടെ ഉണ്ട്. ശ്രീകോവിൽ നമസ്കാര മണ്ഡപം, അഷ്ടദിക്പാലകന്മാർ, പ്രദക്ഷിണ വഴി, സോമസൂത്രം, വലിയ വലിക്കല്ല്, സോപാനം തുടങ്ങിയ ഭാഗങ്ങൾ മുഴുവൻ ഗംഗാ സാന്നിധ്യമുള്ള ജലത്തിൽ ആറാടി നിൽക്കുന്ന അപൂർവ കാഴ്ച ഇവിടെ മാത്രമേ കാണൂ. പുതുമന ഹരിശങ്കരൻ നമ്പൂതിരിയാണ് ക്ഷേത്രതന്ത്രി. മേൽശാന്തി തഞ്ചാവൂർ സ്വദേശിയായ ശ്രീ മണിയയ്യറാണ്. ഒരു കാലത്ത് ഈ ക്ഷേത്രം സാമൂതിരി കോവിലകത്തിൻ്റേതായിരുന്നു. ഇന്ന് ജനകീയ കമ്മിറ്റിയുടെ കീഴിൽ ക്ഷേത്രഭരണം നടക്കുന്നു. ഒരു കാലത്ത് ക്ഷേത്രം അന്യാധീനപ്പെട്ട് കിടന്നത് പോലെയായിരുന്നു. പൂജകൾ പോലും ഇല്ലാതെ ഇരുന്ന കാലം. കുളത്തിനോട് ചേർന്ന് ഒരു പ്രതിഷ്ഠ മാത്രമായിരുന്നു അന്ന് ഈ ക്ഷേത്രം. 1983 ദേശത്തെ ജനങ്ങൾ എല്ലാം ചേർന്ന് അഖണ്ഡനാമജപത്തോടെ ക്ഷേത്രത്തിന് പൊതുജീവൻ നൽകാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2007 അഗസ്ത്യമല ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രം മേൽശാന്തി രാജീവ് ജി ഈ ക്ഷേത്രം പുനരുദ്ധാരണത്തിൽ മാർഗദർശിയായി എത്തി. അദ്ദേഹത്തിൻ്റെയും ദേശത്തിലെ ജനങ്ങളുടെയും സഹകരണത്തോടെ തച്ചു ശാസ്ത്ര പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നാലമ്പല ചുറ്റമ്പല ശ്രീകോവിൽ നിർമ്മാണം പ്രക്രിയ നടന്നു.
പൂർണ്ണമായും ജലത്തിലുണ്ടായിരുന്ന പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമായി പഴമ ഒട്ടും മായാതെ കാഠിന്യമേറിയ ചെങ്കല്ല് കൊണ്ടും തറയും ചുമരും നിർമ്മിച്ചും ഈ ക്ഷേത്രം സന്ദർശിച്ചവർക്ക് ഒരിക്കലും നിർമ്മിതി പഴക്കം കണ്ടുപിടിക്കാൻ സാധിക്കില്ല, അതുറപ്പ്. അത്രത്തോളം പഴമയുടെ ഭംഗി എടുത്തു കാണിക്കുന്ന വിധമാണ് ഈ ക്ഷേത്രം നിർമ്മാണം നടന്നിരിക്കുന്നത്. ചെമ്പുമേഞ്ഞ ശ്രീകോവിലും നമസ്കാര മണ്ഡപവും മണ്ഡപത്തിലെ കരിങ്കൽ തൂണുകളിലെ കൊത്തുപണികളും എല്ലാം പൗരാണികത വിളിച്ചോതുന്നവയാണ്. 2017 ജൂൺ 28 32 അടിയോളം ഉയരമുള്ള ഒറ്റക്കല്ലിൽ അലങ്കാരത്തോടെ തീർത്ത കൊടിമരം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു. ഇത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണ്. ഇന്ന് ദേശത്തിലെ ഭക്തജനങ്ങളാലും മാതൃസമിതിയാലും ക്ഷേത്ര പുനരുദ്ധാരണ സമിതിയാലും രാജീവ് ജിയെപ്പോലെയുള്ള മഹത് വ്യക്തികളുടെ മാർഗനിർദ്ദേശത്താലും ക്ഷേത്രം പുരോഗമിച്ചു വരുന്നു. ഇതിൽ പങ്കുകൊള്ളുവാൻ പെരിന്തൽമണ്ണ വെട്ടത്തൂർ നിരന്നപറമ്പ് അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന അവിടുത്തെ സ്വദേശി എന്ന ഒരു നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനും അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ നൽകുവാനും ഞങ്ങൾക്കും അതിലൊരു എളിയ പങ്ക് വഹിക്കാനും സാധിച്ചതിൽ ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയുന്നു. നമ്മുടെ വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വരനോടും. ഒരു മഹായോഗിയുടെ വെളിപാടിനാൽ അറിയപ്പെടുന്ന ഈ പുണ്യക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനും ഒരു മഹായോഗിയുടെ സാന്നിധ്യം വേണമെന്ന് പ്രശ്നചിന്തയിൽ കണ്ടതിനാൽ 2007 മിഥുന മാസത്തിലെ മകന്നാളിൽ 1008 കുടം ജലാഭിഷേകത്തിന് ജഹൽഗുരു ശങ്കരാചാര്യ സ്വാമിയുടെ ശിഷ്യനായ തോടകാചാര്യ പാരമ്പര്യത്തിലെ കാസർഗോഡ് ഇടനീർ മഠാധിപതി ശ്രീ കേശവാനന്ദ ഭാരതി ശ്രീപാദ തീർത്ഥർ ക്ഷേത്രത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസുകളോടെ 1008 കുടം അഭിഷേകം നടക്കുകയും ഇന്ന് നടന്നു പോരുകയും ചെയ്യുന്നു. സർവ്വദുരിതങ്ങൾക്കും പരിഹാരമായുള്ള ഈ ചടങ്ങിൽ അനവധി ഭക്തർ പങ്കെടുക്കാറുണ്ട്. ജനങ്ങൾക്ക് നേരിട്ട് അഭിഷേക ജലം നൽകാമെന്ന പ്രത്യേകത കൂടി ഈ ചടങ്ങിനുണ്ട്. ഈ ചടങ്ങിന് മുന്നേയുള്ള 3 ദിനം പൂർണ്ണ വ്രതാനുഷ്ഠാനങ്ങൾ ഭക്തർ ആചരിക്കണമെന്ന് മാത്രം. 2007 മിഥുന മാസത്തിലെ മകന്നാളിലെ ഇടനീർ മഠാധിപതി സ്ഥാപിച്ച കെടാവിളക്ക് ഇന്നും ക്ഷേത്രത്തിൽ ചെന്നാൽ കാണാം. ശിവരാത്രി മിഥുന മാസത്തിലെ മകന്നാളിൽ പ്രതിഷ്ഠാ ദിനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഉത്സവം, ധനുമാസത്തിലെ മകന്നാളിൽ തൃക്കൊടിയേറ്റവും തുടർന്ന് 5-ാം നാളിൽ തിരുവാറാട്ട് മഹോത്സവം എന്നിവ ഇവിടെ പ്രധാനമാണ്. മിഥുന മാസത്തിലെ മകന്നാളിൽ ഉത്സവത്തോടനുബന്ധിച്ച് 3 ദിനം കളമ്പാട്ട് നടക്കാറുണ്ട്. തിരുവളയനാട് ഭഗവതിക്കും തിരുമാന്താംകുന്നിലമ്മയ്ക്കും മിഥുനത്തിലെ മകന്നാളിൽ 1008 കുടം ജലാഭിഷേകവും നടക്കുന്നത്. മംഗല്യ വിഘ്നങ്ങൾക്ക് പരിഹാരമായി ഉമാമഹേശ്വര പൂജ ഇവിടെ നടത്തുന്നത് വിശേഷമാണ്. നാനാദിക്കിൽ നിന്ന് അനവധി ഭക്തജനങ്ങൾ ഉമാമഹേശ്വര പൂജ നടത്താൻ ഇവിടെ എത്താറുണ്ട്. നിത്യേന 2 നേരം പൂജയും മണ്ഡലകാലത്തും വിശേഷ ദിവസങ്ങളിലും പ്രത്യേക പൂജകൾ നടക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏവരെയും ആകർഷിക്കുന്ന പ്രകൃതി ഭംഗിയാണ്. പോരാത്തതിന് പൂർണ്ണമായും ജലത്തിൽ മൂടപ്പെട്ട ഒരു ക്ഷേത്രം. അത് ചെന്ന് കാണുക തന്നെ വേണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ നമ്മുടെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും അതുപോലെ ഉള്ള അതുപോലെയുള്ള എല്ലാ നവമാധ്യമങ്ങളിലും നമ്മുടെ വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയ്ക്ക് പ്രകൃതി രമണീയമാണ് ഇവിടുത്തെ. പാടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പാടത്ത് തൊട്ടടുത്തൂടെ അരുവികൾ ഒഴുകുന്ന ആ സ്ഥലമൊക്കെ ഒന്ന് ചെന്ന് കാണണം. നമ്മുടെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ നമ്മുടെ പെരിന്തൽമണ്ണ അരക്കുപറമ്പ് ശ്രീ വെളിങ്ങോട് ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. തപസ് ചെയ്തപ്പോൾ ആ യോഗിക്കൊരു വെളിപാടുണ്ടായിരുന്നു. ജലത്തിലാറാടി ഒരു ദേവചൈതന്യുണ്ട്, അർദ്ധനാരീശ്വരൻ. അങ്ങനെ ആള് വന്നിട്ടാണ് ഇവിടെ ഇത് തുടങ്ങി വെച്ചത്. പിന്നെ ഇപ്പൊ ഈ ഒരു പുനരുദ്ധാരണം തുടങ്ങിയത് 2007 മുതലാണ് ഈ നിലയിലേക്കായി. അന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പൊ 32 അടി
ഉയരത്തിൽ ഒറ്റക്കല്ലിലുള്ള അതെ. ഒറ്റക്കല്ലാണ്, ആ കരിങ്കല്ല് കൊണ്ടുള്ള. ഉള്ള അതിനുശേഷം വന്നത് പിന്നെ ഞാനൊന്ന് പറയട്ടെ, 2007 7 8 ഞങ്ങൾക്കും ഭാഗ്യമുണ്ടായി ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുവാൻ. പങ്കെടുക്കുവാൻ. അതായത് ഈ ക്ഷേത്രക്കുളമൊക്കെ എൻ്റെ ഹസ്ബൻഡും ഒക്കെ കൂടിയിട്ട് അത് ഏകദേശം ഒരു ചെറിയ രീതിയിലൊക്കെ തുടങ്ങി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വയനാട്ടിലേക്ക് പോയി. പിന്നെ നമ്മളിത് ഈ ഓടൊക്കില്ലേ, ഇതിൻ്റെ ഇതൊക്കെ ഞങ്ങൾ രാത്രി ഒത്തിരി രാത്രിയായിട്ടൊക്കെ പോകുള്ളായിരുന്നു. അന്ന് നമുക്ക് ഈ സ്വയംഭൂവായിട്ടുള്ള ശ്രീകോവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാണ് ഇതെല്ലാം കെട്ടി ഉണ്ടാക്കിയത്. അന്ന് നേരെ വെറും ഒരു ശ്രീകോവിലില്ലാതെ ഇരിക്കുമായിരുന്നു. ഓപ്പൺ എയർ ആയിട്ട് തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ അത് ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. എന്തായാലും ഭഗവാന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്കും ഇതിലൊന്ന് ഒരു പങ്കാളിയാവാൻ സാധിച്ചല്ലോ അല്ലേ. അത് തന്നെ ഇന്നിപ്പം വയനാട്ടിൽ നിന്ന് വന്ന് ഈ ക്ഷേത്രം ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടി നമ്മുടെ ചാനലിലേക്ക്. അപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. തിരിച്ചു പോകുമ്പോൾ ഒരു നഷ്ടബോധം, വേറൊന്നുകൊണ്ടുമല്ല, വയനാട്ടിൽ നിന്ന് ഇനി നമ്മളെപ്പോൾ പോയി ഭഗവാനെ ഒന്ന് കാണുമെന്നുള്ള പിന്നെ ഒരു വിശ്വാസം, എന്നും വെളിപ്പുറത്ത് ഭഗവാൻ ഉണ്ടല്ലോ എന്ന്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടെ നിങ്ങളുടെ കമൻറ്റും. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.